SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന് കനത്ത തിരിച്ചടിയാണ് ഇന്ന് ഹൈക്കോടതിയിൽ നിന്നും ഉണ്ടായിരിക്കുന്നത്. SNDP യോഗത്തിന്റെ ജനറൽ സെക്രട്ടറി പദത്തിൽ നിന്നും വെള്ളാപ്പള്ളി നടേശനെ ചെവിക്ക് പിടിച്ച് പുറത്തെറിഞ്ഞിരിക്കുകയാണ് ഹൈക്കോടതി. 2024 പ്രശസ്ത എഴുത്തുകാരൻ MK സാനു മാസ്റ്ററും ഒപ്പം തന്നെ യോഗം സംരക്ഷണ സമിതി ചെയർമാനും നൽകിയ ഹർജികൾ പരിഗണിച്ചാണ് ഇത്തരമൊരു സുപ്രധാനമായ വിധി ഹൈക്കോടതി പുറപ്പെടുവിച്ചിരിക്കുന്നത്. SNDP യോഗം ജനറൽ സെക്രട്ടറി പദത്തിൽ നിന്നും ഈ വെള്ളാപ്പള്ളി നടേശനെ അയോഗ്യരാക്കുന്നു. ഒപ്പം തന്നെ അദ്ദേഹത്തിനൊപ്പമുള്ള മറ്റു ഭാരവാഹികളെയും അയോഗ്യരാക്കി, ബോർഡിലെ അംഗങ്ങളെയും അയോഗ്യരാക്കുന്ന ഒരു വളരെ സുപ്രധാനമായിട്ടുള്ള വിധിയാണ് പുറത്തു വന്നിരിക്കുന്നത്. വെള്ളാപ്പള്ളി നടേശന് പുറമെ SNDP യോഗത്തിന്റെ പ്രസിഡന്റ് സോമൻ, ഒപ്പം തന്നെ വൈസ് പ്രസിഡന്റ് മകനും കൂടിയായിട്ടുള്ള തുഷാർ വെള്ളാപ്പള്ളി, ഒപ്പം 170 ഡയറക്ടർ ബോർഡിലെ അംഗങ്ങളും ഉൾപ്പെടെയുള്ള ഭരണസമിതിയെയാണ് കോടതി അയോഗ്യരാക്കിയിരിക്കുന്നത്. ഇവർക്ക് ഇനി ഈ സ്ഥാനത്ത് തുടരാൻ അർഹതയില്ല എന്ന് കോടതി ചൂണ്ടിക്കാട്ടുകയാണ്. 2024 സാനു മാസ്റ്ററും ഉൾപ്പെടെയുള്ളവർ ഹൈക്കോടതിയെ സമീപിച്ചത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ചൂണ്ടിക്കാട്ടിയാണ്. അതായത് ഈ SNDP യോഗം എന്ന് പറയുന്ന സ്ഥാപനം കമ്പനി ബോർഡ് നിയമപ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു സ്ഥാപനമാണ്. ആ നിയമപ്രകാരമാണെങ്കിൽ ഒരു സ്ഥാപനം എല്ലാ വർഷവും അവരുടെ വരവ് ചെലവ് കണക്കുകൾ റിട്ടേൺ ഫയൽ ചെയ്യേണ്ടതാണ്. എന്നാൽ 2014 ശേഷമുള്ള ഒരു സാഹചര്യം നോക്കുകയാണെങ്കിൽ SNDP യോഗം ഒരു കണക്കുകളും റിട്ടേണുകളും സമർപ്പിച്ചിട്ടിരുന്നില്ല. അതുകൊണ്ട് തന്നെ അത് വലിയൊരു നിയമലംഘനമാണ്. ഓരോ വർഷവും ഡയറക്ടർമാര് ഈ റിട്ടേൺ ഫയൽ ചെയ്യണം. അങ്ങനെ ചെയ്യാതിരിക്കുകയാണെങ്കിൽ, തുടർച്ചയായിട്ട് 3 വർഷം അത്തരത്തിൽ റിട്ടേൺ ഫയൽ ചെയ്യാതിരിക്കുകയാണെങ്കിൽ ഡയറക്ടർമാരെ അയോഗ്യരാക്കാം എന്നാണ് ഈ കേന്ദ്ര കമ്പനി നിയമത്തിൽ പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരമൊരു ഹർജിയുമായിട്ട് ഹർജിക്കാര് ഹൈക്കോടതിയെ സമീപിച്ചത്. ആ ഹർജിക്കാരുടെ വാദങ്ങൾ കോടതി അംഗീകരിക്കുകയായിരുന്നു. കോടതി കണക്കുകൾ പരിശോധിച്ച ശേഷം, രേഖകളൊക്കെ തന്നെ പരിശോധിച്ച ശേഷം കോടതി പറഞ്ഞത് ഈ പറയുന്ന പോലെ ഹർജിക്കാർ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. തുടർച്ചയായിട്ടുള്ള വർഷങ്ങളിൽ 2014 ശേഷമുള്ള ഒരു കണക്ക് നോക്കുകയാണെങ്കിൽ ഒരു തവണ പോലും SNDP യോഗം കൃത്യമായിട്ടുള്ള കണക്കുകൾ ബോധിപ്പിച്ചിട്ടില്ല, ഫയൽ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ വളരെ ഗുരുതരമായിട്ടുള്ള ഒരു നിയമലംഘനമാണ് നടത്തിയിരിക്കുന്നത് എന്ന് കോടതി കണ്ടെത്തുന്നു. അതേസമയം SNDP യോഗത്തിന്റെ അഭിഭാഷകർ ചൂണ്ടിക്കാട്ടിയത്, അല്ലെങ്കിൽ അവർ ഉന്നയിച്ചിരുന്ന വാദം എന്ന് പറയുന്നത് 2017 ഈ പറയുന്ന പോലെ റിട്ടേൺ ഫയൽ ചെയ്യുന്നതിലുള്ള കാലതാമസം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് സർക്കാരിന് മാപ്പപേക്ഷ കൊടുക്കുകയും സർക്കാർ ആ മാപ്പപേക്ഷ അംഗീകരിക്കുകയും പിഴ ഈടാക്കിക്കൊണ്ട് ഒരു തീരുമാനം, ഒരു ഒത്തുതീർപ്പ് നടത്തുകയും ചെയ്തിരുന്നു എന്നാണ് ഈ SNDP യോഗത്തിന്റെ വേണ്ടിയിട്ട് ഹാജരായ അഭിഭാഷകർ ചൂണ്ടിക്കാട്ടിയത്. എന്നാൽ അവിടെ കോടതി പറഞ്ഞത് അത്തരത്തിൽ ഈ പറയുന്ന പിഴ ഈടാക്കിയത് അത് ബാധകമാക്കുക സ്ഥാപനത്തിന് മാത്രമാണ്. അതേസമയം ഇത്തരത്തിൽ അതിന്റെ ഭാരവാഹികൾക്ക് അങ്ങനെ പിഴ ഈടാക്കിയതിന്റെ ഒരു ആനുകൂല്യം ലഭിക്കുകയില്ല. അത് ഹർജിക്കാരുടെ അഭിഭാഷകര് പ്രധാനമായിട്ടും ഉന്നയിച്ചൊരു വാദമാണ്. അതും കോടതി അംഗീകരിക്കുന്നു. അതായത് SNDP യോഗം എന്ന സ്ഥാപനത്തിന് അത്തരത്തിൽ പിഴ ഈടാക്കിക്കൊണ്ട് ഒരു ഇളവ് നൽകാം. അതേസമയം അതിന്റെ ജനറൽ സെക്രട്ടറിക്കോ പ്രസിഡന്റിനോ വൈസ് പ്രസിഡന്റിനോ ഉൾപ്പെടെയുള്ള അംഗങ്ങൾക്കൊന്നും തന്നെ അത്തരത്തിൽ പിഴ ഈടാക്കിയതിന്റെ പേരിൽ ഒരു ഇളവ് ലഭിക്കില്ല. അതുകൊണ്ട് അയോഗ്യത നിലനിൽക്കും. ഈ സ്ഥാനത്ത് തുടരാൻ ഇവർക്കാർക്കും അർഹതയില്ല എന്ന് കോടതി ചൂണ്ടിക്കാട്ടുകയാണ്. മാത്രവുമല്ല, 2013 ഈ കമ്പനി നിയമത്തിന്റെ ഭേദഗതി പ്രകാരം ഈ ഡയറക്ടർ ബോർഡ് അംഗങ്ങൾക്കെല്ലാം ഡയറക്ടർ ഐഡന്റിഫിക്കേഷൻ നമ്പർ ആവശ്യമാണ്, അത് നിർബന്ധമാണ്. എന്നാൽ ഈ DIN നമ്പർ ഹാജരാക്കാൻ, അതുമായി ബന്ധപ്പെട്ടുള്ള രേഖകൾ കൊടുക്കാനായിട്ട് വെള്ളാപ്പള്ളി നടേശനോ ഒപ്പം തന്നെ MN സോമനോ തുഷാർ വെള്ളാപ്പള്ളിക്കോ ഒന്നും തന്നെ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ കോടതി മൊത്തത്തിൽ പറയുന്നത് ഇതിലൊക്കെ തന്നെ വലിയ ക്രമക്കേടുണ്ട്, ഇത് അംഗീകരിക്കാൻ കഴിയില്ല, നിയമവിരുദ്ധമായിട്ടാണ് ഈ ഭരണസമിതി ഇത്രയും കാലം തുടർന്നത്. അതുകൊണ്ട് ഈ ഭരണസമിതിയെ പുറത്താക്കുന്നു അല്ലെങ്കിൽ അയോഗ്യരാക്കുന്നു എന്ന അസന്നിഗ്ധമായിട്ട് കോടതി ഉത്തരവിൽ പറയുകയാണ്. ഒപ്പം തന്നെ SNDP യോഗത്തിന്റെ ഭരണപരമായ കാര്യങ്ങളിൽ വീഴ്ച വരാതിരിക്കാൻ അത്തരത്തിലൊരു ഭരണസമിതിയെ പുറത്താക്കുമ്പോൾ അല്ലെങ്കിൽ അയോഗ്യരാക്കുമ്പോൾ അതിന്റെ നടത്തിപ്പ് മുന്നോട്ട് സുഗമമായി കൊണ്ടുപോകാനായിട്ട് സർക്കാർ താൽക്കാലികമായിട്ട് ഡയറക്ടർ ബോർഡ് അംഗങ്ങളെ നിയമിക്കണം എന്നൊരു നിർദ്ദേശവും കോടതി വെക്കുന്നുണ്ട്. എന്തായാലും വെള്ളാപ്പള്ളിയെ സംബന്ധിച്ച് വലിയ ഒരു തിരിച്ചടി തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. SNDP യോഗത്തിന്റെ ജനറൽ സെക്രട്ടറി പദത്തിൽ ഇരുന്നു കൊണ്ട് വലിയ ഒരു നാണക്കേടാണ് ഈ വെള്ളാപ്പള്ളി നടേശൻ വരുത്തി വെച്ചിരിക്കുന്നത്. നമുക്കറിയാം, മൈക്രോ ഫിനാൻസ് തട്ടിപ്പ് ഉൾപ്പെടെയുള്ള നിരവധി കേസുകൾ വെള്ളാപ്പള്ളി നടേശനെതിരെയുണ്ട്. അതൊക്കെ തന്നെ സാമ്പത്തിക തിരിമറിയുമായി ബന്ധപ്പെട്ടുള്ള കേസുകളാണ്. അതിലൊക്കെ തന്നെ വിജിലൻസിന്റെ അന്വേഷണം ഇങ്ങനെ ഇഴഞ്ഞു നീങ്ങുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയനുമായിട്ടുള്ള വെള്ളാപ്പള്ളി നടേശന്റെ ഒരു ബന്ധം കാരണം ഈ പറയുന്ന വിജിലൻസ് അന്വേഷണം മുഖ്യമന്ത്രിയുടെ വകുപ്പിലാണ് വിജിലൻസ് വരുന്നത്. ആ വിജിലൻസ് ഈ പറയുന്ന മൈക്രോ ഫിനാൻസ് കേസ് ഇതുവരെയും ഒരു അന്തിമ ഘട്ടത്തിലേക്ക് അന്വേഷണം
എത്തിച്ചിട്ടില്ല. VS അച്യുതാനന്ദന്റെ കാലത്താണ് അദ്ദേഹം ഈ പറയുന്ന മൈക്രോ ഫിനാൻസ് അഴിമതി പുറത്തു കൊണ്ടുവരികയും അതിനെതിരെ ഹൈക്കോടതിയെ സമീപിക്കുകയും ചെയ്തത്. എന്നാൽ അതിനുശേഷം ഏതാണ്ട് 10 വർഷമായിട്ട് പോലും ഈ പറയുന്ന പിണറായി വിജയന്റെ സർക്കാരിന്റെ കീഴിലുള്ള വിജിലൻസിന് അക്കാര്യത്തിൽ എന്തെങ്കിലും ഒരു ഊർജിതമായ അന്വേഷണം നടത്തുകയോ അതുമായി ബന്ധപ്പെട്ടുള്ള കുറ്റപത്രം സമർപ്പിക്കാനോ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. അത്തരത്തിൽ ആ കേസുകളിൽ നിന്നൊക്കെ തന്നെ വെള്ളാപ്പള്ളി നടേശനെ രക്ഷിച്ചെടുക്കാനുള്ള ഒരു ശ്രമം പിണറായി വിജയൻ നടത്തുന്നതൊക്കെ തന്നെ നമ്മൾ കണ്ടിട്ടുണ്ട്. അങ്ങനെ വലിയ രീതിയിലുള്ള ക്രമക്കേടുകൾ നടത്തുന്ന ആ ജനറൽ സെക്രട്ടറി പദത്തിന് തന്നെ കളങ്കം വരുത്തുന്ന രീതിയിൽ പ്രവർത്തിച്ച് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയാണ് വെള്ളാപ്പള്ളി നടേശൻ. ആ വെള്ളാപ്പള്ളി നടേശന് കിട്ടിയിരിക്കുന്ന ശക്തമായ ഒരു താക്കീതായിട്ടാണ് ഈ ഹൈക്കോടതി വിധിയെ എല്ലാവരും ചൂണ്ടിക്കാട്ടുന്നത്. നമുക്കറിയാം, മറ്റുള്ള എതിരാളികളെയും എല്ലാവരെയും ഒക്കെ തന്നെ സത്യവും നീതിയും ധർമ്മവും ഒക്കെ പഠിപ്പിക്കുകയും അതിനു വേണ്ടിയിട്ട് ഇറങ്ങി പുറപ്പെടുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് വെള്ളാപ്പള്ളി നടേശൻ. താൻ നവോത്ഥാന നായകനാണെന്നൊക്കെ തന്നെ സ്വയം പ്രഖ്യാപിച്ചുകൊണ്ട് മറ്റുള്ളവരെ ഈ പറയുന്ന ധാർമ്മികതയും മൂല്യങ്ങളും ഒക്കെ പഠിപ്പിക്കുന്ന ഒരു വ്യക്തിയാണ്. എന്നാൽ സ്വന്തം ജീവിതത്തിൽ ഇത്തരത്തിൽ എന്തെങ്കിലും ഒരു മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കാനോ അത് പിന്തുടരാനോ ഒരിക്കലും കഴിഞ്ഞിട്ടില്ലാത്ത ഒരു നേതാവ് കൂടിയാണ്. ആ SNDP യോഗത്തിന് തന്നെ കളങ്കം വരുത്തുന്ന തരത്തിൽ നിരവധി ആയിട്ടുള്ള പ്രസ്താവനകൾ നടത്തുകയും വർഗീയമായിട്ടുള്ള പ്രസ്താവനകൾ നടത്തുകയും ഒക്കെ ചെയ്യുന്ന ഒരു നേതാവായിട്ട് വെള്ളാപ്പള്ളി നടേശൻ അധപ്പതിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വെള്ളാപ്പള്ളി നടേശൻ ആ പദവിക്ക് യോഗ്യനല്ല എന്ന് മുൻപ് ഈ SNDP യോഗവുമായി ബന്ധപ്പെട്ടുള്ള നേതാക്കൾ തന്നെ പലപ്പോഴും വിമർശനം ഉന്നയിക്കുകയും അദ്ദേഹം സ്ഥാനത്ത് നിന്നും പുറത്താകണം എന്നുള്ള ആവശ്യം ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ ഹൈക്കോടതി തന്നെ വളരെ സുപ്രധാനമായ ഒരു ഉത്തരവിലൂടെ വെള്ളാപ്പള്ളി നടേശനെ അയോഗ്യനാക്കുകയാണ്. അത് ഏതെങ്കിലും കെട്ടുകേൾവിയുടെ പശ്ചാത്തലത്തിലല്ല, മറിച്ച് ഈ സ്ഥാപനവുമായി ബന്ധപ്പെട്ടുള്ള SNDP യോഗത്തിന്റെ വാർഷിക കണക്കുകൾ ഫയൽ ചെയ്യുന്നതിൽ വന്നിട്ടുള്ള കൃത്യവിലോപത്തിന്റെ പശ്ചാത്തലത്തിലാണ്. 2014 ശേഷം ഒരിക്കൽ പോലും അത്തരത്തിലുള്ള കണക്കുകൾ ഈ ഡയറക്ടർ ബോർഡിനെ സമർപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് വ്യക്തമായി തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ബോധ്യപ്പെട്ടതിനെ തുടർന്നാണ് ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ച് ഈ വെള്ളാപ്പള്ളി നടേശൻ ഉൾപ്പെടെയുള്ള SNDP യോഗത്തിന്റെ ഭാരവാഹികളെ അയോഗ്യരാക്കുകയും 170 അംഗങ്ങൾ ഉൾപ്പെടുന്ന ഡയറക്ടർ ബോർഡിനെ തന്നെ അയോഗ്യരാക്കിക്കൊണ്ടുമുള്ള ഒരു വളരെ സുപ്രധാനമായ ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. വെള്ളാപ്പള്ളി നടേശൻ ഇതുവരെയും അതിനോട് പ്രതികരിച്ചിട്ടില്ല. തങ്ങൾ ഈ പറയുന്ന പോലെ ഈ വിധിക്കെതിരെ അപ്പീൽ പോകുമെന്നാണ് ബോർഡ് പറയുന്നത്. എന്തായാലും വെള്ളാപ്പള്ളിയുടെ പ്രതികരണം വളരെ നിർണായകമാണ്. അദ്ദേഹം ഇതുവരെയും ഈ വിഷയത്തിൽ പ്രതികരിച്ചിട്ടില്ല. എന്നിരുന്നാലും വെള്ളാപ്പള്ളിയെ സംബന്ധിച്ച് ഈ വലിയ ഒരു തിരിച്ചടി അദ്ദേഹത്തിന്റെ ഈ പറയുന്ന ജനറൽ സെക്രട്ടറി പദത്തിൽ അദ്ദേഹം 5 പതിറ്റാണ്ട് കാലം ഇരുന്ന ഒരു വ്യക്തിയാണ്. അത്തരത്തിലൊരു വ്യക്തിക്ക് വലിയ രീതിയിലുള്ള ഒരു തിരിച്ചടിയാണ് ഇന്ന് ഹൈക്കോടതിയുടെ ഈ സുപ്രധാനമായ വിധിയിലൂടെ ഉണ്ടായിരിക്കുന്നത്.